ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ആന്ധ്രാപ്രദേശിലെ ഏലൂരു ജില്ലയിലുള്ള മുസനൂർ ഗ്രാമം സന്ദർശിക്കും. വലിപ്പം കൂടിയ വിത്തുകളുള്ളതും ജനിതക മാറ്റം വരുത്താത്തതുമായ രാജ്യത്തെ ആദ്യ സങ്കര ഇനം ചോളം അദ്ദേഹം പുറത്തിറക്കും. ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ കരുത്തുറ്റ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കണമെന്നും ആഗോളതലത്തിലെ പ്രതിഭകളെ ആകർഷിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ ബഹിരാകാശ ദിനത്തിൽ ബഹിരാകാശ മേഖലയിലെ സ്റ്റാർട്ടപ്പ് CEOമാരുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം. 2 ദിവസത്തെ സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ റഷ്യയിലെത്തി. മോസ്കോയിൽ 27ാമത് IRIGC ടെക് യോഗത്തിൽ അദ്ദേഹം സഹ അധ്യക്ഷനാകും. സന്ദർശന വേളയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വിശാഖപട്ടണത്ത് നടന്ന ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗത്തിൽ സംയുക്ത പ്രഖ്യാപനത്തിന് അംഗീകാരം. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സമാപിച്ച യോഗത്തിൽ കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ അംഗരാജ്യങ്ങൾ തമ്മിൽ കായിക സഹകരണം ശക്തമാക്കാൻ ആഹ്വാനം ചെയ്തു. രാജ്യത്ത് H1N1 വൈറസിന്റെ പുതിയ വകഭേദങ്ങൾ കണ്ടെത്തിയിട്ടില്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. നിലവിൽ ഇൻഫ്ലുവൻസ രോഗം പരത്തുന്ന ഇനം വൈറസുകൾക്ക് കഴിഞ്ഞ വർഷം മുതൽ വാക്സിൻ ലഭ്യമാണെന്നും ശാസ്ത്രജ്ഞർ അറിയിച്ചു. ജന്തർ മന്ദറിൽ പ്രതിഷേധ പ്രകടനങ്ങളോ ജനങ്ങൾ ഒത്തുകൂടുന്നതോ ആയ പരിപാടികൾക്ക് അനുമതി നൽകിയിട്ടില്ലെന്ന് ഡൽഹി പോലീസ്. സംവരണ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഒത്തുചേരലിന് ആഹ്വാനം ചെയ്തുള്ള വീഡിയോകളും പോസ്റ്റുകളും പ്രചരിക്കുന്നുണ്ട്. ജന്തർ മന്ദറിൽ നിരോധനാജ്ഞ നിലവിലുണ്ടെന്നും ഡൽഹി പോലീസ് അറിയിച്ചു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സാമ്പത്തിക തർക്കം രൂക്ഷമായി. ഇറാനെതിരെ ചരിത്രത്തിലെ ഏറ്റവും കടുത്ത സാമ്പത്തിക അച്ചടക്ക നടപടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. എന്നാൽ അമേരിക്കൻ ഉപരോധ ഭീഷണികൾ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി തള്ളിക്കളഞ്ഞു. ഇറാൻ ജനതയോട് അമേരിക്ക ബഹുമാനത്തോടെ പെരുമാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഈ മാസം 30-ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഓണത്തോടനുബന്ധിച്ച് മറ്റന്നാൾ റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും. ഈ മാസം 27, സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. AAY കാർഡ് ഉടമകൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള സൌജന്യ ഭക്ഷ്യക്കിറ്റ് റേഷൻ കടകളിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. കിറ്റുകൾ ഈ മാസം 31 വരെ വിതരണം ചെയ്യും. ഓണപൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 28-ന് നടയടയ്ക്കും. കുവൈറ്റ് മലയാളികളുടെ കലാ സാംസ്കാരിക സംഘടനയായ കലാ ട്രസ്റ്റിന്റെ പുരസ്കാര സമർപ്പണവും വിദ്യാഭ്യാസ എൻഡോൺമെന്റ് വിതരണവും നാളെ കണ്ണൂരിൽ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര നടൻ ഇന്ദ്രൻസിനാണ് കലാ ട്രസ്റ്റ് പുരസ്കാരം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെയും കന്യാകുമാരി തീരത്ത് നാളെ ഉച്ചവരെയും കടലാക്രമണത്തിന് സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ 25 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ കിരീടം ഈസ്റ്റ് ബംഗാളിന്. കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സിനെ 4-1 പരാജയപ്പെടുത്തിയാണ് ഈസ്റ്റ് ബംഗാൾ ചാമ്പ്യന്മാരായത്. ശ്രീലങ്കയ്ക്കെതിരായ 2ാം പുരുഷ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 5 വിക്കറ്റിന് 300 റൺസ് എന്ന നിലയിൽ. കൊളംബോയിൽ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യയ്ക്കായി ദേവദത്ത് പടിക്കൽ സെഞ്ചുറി നേടി. വനിതാ ലോകകപ്പ് ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. രാത്രി 10:30-നാണ് മത്സരം. സംസ്ഥാന കൃഷിവകുപ്പിന്റെ കർഷക ചന്തകളിൽ ഡിജിറ്റൽ പേയ്മെന്റിന് പുറമെ നേരിട്ട് പണം നൽകിയും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിൽ തടസ്സമില്ലെന്ന് മന്ത്രി T. സിദ്ദിഖ്. കർഷക ചന്തകളിൽ പണമിടപാട് ഡിജിറ്റൽ സംവിധാനത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തി എന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രി അറിയിച്ചു. മിൽമ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണം, വിപണന ശൃംഖല ശക്തിപ്പെടുത്തൽ എന്നിവ ലക്ഷ്യമിട്ട് മിൽമ തിരുവനന്തപുരം യൂണിയൻ 4 പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി. പനീർ പോപ്സ് ചെട്ടിനാട്, പനീർ പോപ്സ് പെരി പെരി, സ്വീറ്റൻ യോഗട്ട്, ബ്ലൂബെറി യോഗട്ട് എന്നിവയാണ് പുതിയ ഉൽപ്പന്നങ്ങൾ. ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന പായ്ക്കപ്പലായ INS സുദർശനി ലോകായൻ 26 സമുദ്ര പര്യടനത്തിന്റെ ഭാഗമായി പോർച്ചുഗലിലെ ലിസ്ബണിൽ എത്തിച്ചേർന്നു. 7 മാസത്തെ പര്യടനത്തിനിടെ കപ്പൽ സന്ദർശിക്കുന്ന 15ാം തുറമുഖമാണിത്.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.